മിനസോട്ടയുടെ അതിമനോഹരമായ ഗ്രാമങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും വീണ്ടും എത്ര യാത്ര ചെയ്താലും ഇത് കണ്ടാലും കണ്ടാലും മതി വരില്ല. അത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. എങ്ങനെയാണ് ഈ ഗ്രാമങ്ങളെ വിട്ടു പോകാൻ തോന്നുന്നത് എനിക്കറിയില്ല. എത്ര തണുപ്പാണെങ്കിലും ഈ തണുപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വിറങ്ങലിച്ചിട്ടാണെങ്കിലും ഇവിടം വിട്ട് പോകാൻ തോന്നുന്ന അത്ര മനോഹരമായ ഒരു വശ്യത ഈ ഗ്രാമങ്ങൾക്കുണ്ട്, ഈ മിനസോട്ടയുടെ ഗ്രാമങ്ങൾക്കുണ്ട്. നോക്ക്, ഈ ഐസൊക്കെ ഇങ്ങനെ കൂമ്പാരമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ കയറി കളിക്കാൻ തോന്നും. പക്ഷെ ഞാനിപ്പോൾ ഇറങ്ങി ഈ ഗ്രാമത്തിൽ ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും തണുത്ത് വിറച്ചിട്ട് നേരെ അടുത്ത ബസ്സിൽ കയറി സ്ഥലം വിടാൻ പോകും. അത്രയ്ക്ക് തണുപ്പാണ്. പക്ഷേ ഇത് കണ്ടാലും മതി വരില്ല. ഇതിൻ്റെ കാഴ്ചകൾ അത്ര മനോഹരമാണ്. നമ്മുടെ ഡ്രൈവർ വണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. വേറെ ഭാഗത്തേക്ക് ഒരു ക്രോസ് ജംഗ്ഷൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചും മറിച്ച് എടുത്ത് എവിടെ നോക്കിയാലും വെള്ള കുപ്പായം തന്നെ, വെള്ള കുപ്പായം ഇട്ട ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ മിനസോട്ടൻ ഗ്രാമങ്ങൾ. എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും അതിൻ്റെ ഭംഗി അത് എങ്ങനെ അത് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല. ഈ ഡക്കോട്ട എന്നുള്ള ഒരു പേരിൽ നിന്നാണ് ഈ മിനസോട്ട വന്നതെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് പറയാം. ഈ മിനസോട്ട റിവറിൽ നിന്നാണ് ഈ ഡക്കോട്ട എന്നുള്ള പദം ഉണ്ടായത്. അതായത് രണ്ട് വാക്കുകൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: മിനിസോട്ട, MNISOTA, ഇങ്ങനെ രണ്ട് വേർഡ്സാണ് ഈ ഡക്കോട്ടയിലുള്ളതെന്ന് പറയുന്നത്. ഡക്കോട്ട എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജാണ്. ഡക്കോട്ട എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഉണ്ട്, നമുക്കറിയാം. നമ്മുടെ വേൾഡ് വാർ 2 ഉപയോഗിച്ചിട്ടുള്ള പ്ലെയിനാണിത്. നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസൊക്കെ പോയിട്ടുള്ള പ്ലെയിനാണ്. അത് ബീഹാറിൽ പ്രദർശിച്ചിട്ടുണ്ട് ഇപ്പോഴും. അത് ഡക്കോട്ടയാണ്. അങ്ങനെ ഡക്കോട്ടയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുപോലെ ഡക്കോട്ട എന്ന് പറഞ്ഞാൽ സ്ഥലം അമേരിക്കയിലുണ്ട്. നോർത്ത് ഡക്കോട്ടയും സൗത്ത് ഡക്കോട്ടയും ഉണ്ട്. അത് നമ്മുടെ കാനഡയുടെ ബൗണ്ടറി ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഈ ഡക്കോട്ടയും ആ ഡക്കോട്ടയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ബ്ലൂ വാട്ടർ, നമ്മൾ ആകാശ നീലിമയുടെ കളർ എന്ന് പറയില്ലേ, ആ കളറാണ് ഇവിടുത്തെ വെള്ളത്തിന്. ഇപ്പോൾ സുപ്പീരിയർ തടാകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിസിസിപ്പി റിവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു നീല കലർന്ന വെള്ളമാണ് നമുക്ക് കാണാം. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. നീല കലർന്ന ആകാശ നീലിമയുടെ വെള്ളം എന്നർത്ഥം തരുന്ന ആ പേരാണ് ഡക്കോട്ട. അപ്പോൾ അതിന് ആ ഡക്കോട്ടയിൽ അവർ യൂസ് ചെയ്യുന്ന MNISOTA, മിനിസോട്ട എന്നവർ പറയും. അതാണ് മിനിസോട്ട എന്ന് പിന്നീട് ഈ സ്റ്റേറ്റിന് പേര് കിട്ടിയത്. ഡക്കോട്ട അല്ലെങ്കിൽ ആകാശ നീലിമ, അല്ലെങ്കിൽ ഇവിടുത്തെ ജലത്തിൻ്റെ നിറം എന്ന് അർത്ഥം വരുന്ന ആകാശ നീലിമയാണ് ഈ മിനിസോട്ട എന്ന് പറയുന്നത്. പക്ഷേ ആകാശ നീലിമയേക്കാൾ കൂടുതൽ ഭംഗി ഇവിടുത്തെ ഐസ് കാലത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സുപ്പീരിയർ തടാകത്തിലേക്ക് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ഭാഗമല്ലേ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ സ്ഥലം മുഴുവനും അത് ആകാശ